നിങ്ങൾ ലൈഫിൽ എടുക്കുന്ന ഏതൊരു ഡിസിഷനും മറ്റൊരാൾ തീരുമാനിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ലൈഫിൽ ചെയ്യുന്ന ഏതൊരു കാര്യവും വേറെ ആളോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ തെറ്റായ പാതയിലൂടെയാണ് പോകുന്നത്. നമുക്കൊരു മനസ്സാക്ഷിയുണ്ട്, നമുക്കൊരു മനസ്സുണ്ട്. നമ്മുടെ മനസ്സാക്ഷിക്ക് എന്ത് തോന്നുന്നോ, നമ്മുടെ മനസ്സിന് എന്ത് തോന്നുന്നോ ആ കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. പക്ഷേ നമുക്ക് മറ്റൊരാളുടെ സജഷൻസ് ചോദിക്കാം, മറ്റൊരാളുടെ ഫീഡ്ബാക്സ് ചോദിക്കാം. പക്ഷേ മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല. നമ്മുടെ മനസ്സാക്ഷിക്ക് എന്ത് തോന്നുന്നോ, നമ്മുടെ മനസ്സിന് എന്ത് തോന്നുന്നോ ആ കാര്യങ്ങൾ വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. അല്ലാതെ എല്ലാ കാര്യത്തിനും മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്താൽ, എല്ലാ കാര്യത്തിനും മറ്റൊരാൾ പറയുന്നത് മാത്രം കേട്ടാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് സ്വന്തമായ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരും, സ്വന്തമായ ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റാതെ വരും, സ്വന്തമായി ഡിസിഷൻസ് എടുക്കാൻ പറ്റാതെ വരും. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളാവണം സൂപ്പർ പവർ. നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാവണം. എടുക്കണം നിങ്ങളുടെ മനസ്സാക്ഷിക്ക് അനുസരിച്ചുള്ള തീരുമാനങ്ങൾ, എടുക്കണം നിങ്ങളുടെ മനസ്സിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ. നിങ്ങൾക്ക് സജഷൻസ് ചോദിക്കാം, നിങ്ങൾക്ക് അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷേ ഡിസിഷൻസ് നിങ്ങളുടെ മനസ്സിൽ എന്ത് പറയുന്നോ, നിങ്ങളുടെ മനസ്സാക്ഷിയിൽ എന്ത് പറയുന്നോ അതനുസരിച്ച് നിങ്ങൾ എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരും. ആ നിലയിലേക്ക് നിങ്ങൾ പോകരുത്. നമ്മുടെ മനസ്സിനും നമ്മുടെ മനസ്സാക്ഷിക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അത് എന്താണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. പക്ഷെ മറ്റൊരാളുടെ നമുക്ക് സജഷൻസ് ചോദിക്കാം, ഫീഡ്ബാക്ക് ചോദിക്കാം, നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷേ ഡിസിഷൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാം.